ഹലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ചെറിയൊരു ഷോപ്പിംഗ് ആട്ടോ. കണ്ണൻ്റെ പിറന്നാളാണ് നാളെ. അപ്പോൾ അവൾക്ക് വേണ്ടുന്ന ഡ്രസ്സും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ സജീവാട്ടം വന്നപ്പോൾ ഞാനും പൊന്നും കണ്ണനും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. ഇന്ന് മട്ടന്നൂരല്ല പോകുന്നത്, കൂത്തുപറമ്പാണ് പോകുന്നത്. കാരണം മട്ടന്നൂർ വ്യാപാര വ്യവസായി എന്തോ ചെറിയ ഹർത്താലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. അതുകൊണ്ട് കൂത്തുപറമ്പ് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഹൈപ്പർ മാർക്കറ്റ് കയറി കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ ആദ്യം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോയിട്ടോ. അപ്പോൾ മുകളിലാണ് ഗിഫ്റ്റും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ എത്തിയപ്പോൾ പൊന്നുൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് ഗിഫ്റ്റായിരുന്നു. കുഞ്ഞു കുഞ്ഞതായിരുന്നു ഉണ്ടായിരുന്നത് കൂടുതലായിട്ടും. പക്ഷേ എന്നാലും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് പൊന്നു ഇങ്ങനെ പറയുമായിരുന്നു, ഇത് മുഴുവനായിട്ട് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവെക്കാൻ തോന്നുന്നതെന്ന്. കാരണം അത്ര നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ശരിക്കും കണ്ണെന്തോ അയച്ചോ. ഹൗസ് വാമിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വാൾ സ്റ്റിക്കറും അതുപോലെ ഡെക്കോറൊക്കെ കിട്ടും കേട്ടോ. കാരണം നല്ല അടിപൊളി സംഭവങ്ങളുണ്ട് ഇവിടെ കാണാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ പൊന്നു ഒരു ബിയർ ബോട്ടിൽ പോലത്തെ ഒരു സംഭവം അതെടുത്തിട്ട് അതിങ്ങനെ ഒഴുകി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ബിയർ അതിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഡ്രസ്സൊന്നും ഇവിടുന്ന് വാങ്ങിച്ചില്ല ഞങ്ങൾ. അത് പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിച്ചത്, വേറെ തന്നെയാണ് വാങ്ങിച്ചത്, ഇവിടുന്ന് വാങ്ങിച്ചില്ല. കാരണം പിന്നെ ഇവിടെ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സ് മാത്രം അങ്ങനെ എനിക്ക് തോന്നിയത്. അങ്ങനെ ബർത്ത്ഡേക്ക് പറ്റുന്ന പോലെയുള്ള അത്രയും എന്താ പറയുക, അങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഡ്രസ്സ് പുറത്തുനിന്ന് വാങ്ങിച്ചു. അങ്ങനെ ഗിഫ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് വേറൊരു സംഭവത്തിലോട്ട് പോയിട്ടോ. അവിടെ ഒരു എയർ ഫ്രയർ കണ്ടു. ഞാൻ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഞാനിങ്ങനെ വിചാരിക്കുന്ന, യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ ഒരു എയർ ഫ്രയർ വാങ്ങിക്കണമെന്ന്. അങ്ങനെ സജീവാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിട്ടോ. പുലീനെ വാങ്ങിക്കോ. അമ്മ ഇത് നോക്കുന്നു. അമ്മയൊക്കെ ആനെന്നെ വേണ്ടേ, കുട്ടിക്കെന്നാ വേണ്ടേ? അങ്ങനെ ബർത്ത്ഡേക്ക് ഡെക്കോർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. അപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വേറൊരു ഷോപ്പിലാണ് പോയത്. പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ അധികം സാധനങ്ങളൊന്നും വലിച്ചു വാരി ഇടേണ്ടിയൊന്നും വന്നില്ല കേട്ടോ. ആദ്യം അവർ ഒരു ഡ്രസ്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇട്ട് നോക്കി. പിന്നെ മാത്രമല്ല, ബർത്ത്ഡേക്ക് വാങ്ങിയ ഒരു സംഭവങ്ങളൊക്കെ ഈ ഒരു കളറായിരുന്നു. ബലൂണും കാര്യങ്ങളൊക്കെ ഈ ഒരു കളറായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് അത് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കണ്ണന് അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കലായിരുന്നു കേട്ടോ. പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും കണ്ണനിങ്ങനെയാണ്, ആളെ പിടിച്ച് വലിച്ച് കൊണ്ടുവരേണ്ടി വരും. പിന്നെ പൊന്നൂന് അതൊക്കെ മടുത്തിട്ട് അവൾ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഒരു കണ്ണാടിയൊക്കെ കണ്ടപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ളൊരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് എല്ലാവരും ഷവർമ്മ പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു കേട്ടോ. നല്ല അടിപൊളി ഷവർമ്മയായിരുന്നു. ഈ ഒരു ടേസ്റ്റിൽ ഷവർമ്മ കഴിച്ചിട്ടില്ല കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.